ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പരീക്ഷണമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഒരു കുപ്പി നേരെ നിർത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ അതിലേക്ക് വെള്ളം നിറക്കാൻ കഴിയും. എന്നാൽ കുപ്പി കുത്തനെ നിർത്തി അതിലേക്ക് വെള്ളം നിറക്കാൻ കഴിയുമോ? കഴിയും. അത് എങ്ങനെയാണെന്ന് ഈ പരീക്ഷണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പരീക്ഷണത്തിന് ആവശ്യമായ സാമഗ്രികൾ: കഴുത്ത് വട്ടം കുറഞ്ഞ ഗ്ലാസ് ബോട്ടിൽ, ചൂടുവെള്ളം, പച്ചവെള്ളം, നിറം ചേർത്ത വെള്ളം. ആദ്യമായി ഈ പച്ചവെള്ളം ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് വെച്ചതിനു ശേഷം ഈ വെള്ളം ജഗ്ഗിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്ലാസ് ബോട്ടിൽ നിറം ചേർത്ത വെള്ളത്തിൽ കമഴ്ത്തി കൊടുക്കാം. നോക്കൂ, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ഈ ചൂടുവെള്ളം ഈ ഗ്ലാസ് ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് വെച്ചതിനു ശേഷം ഈ വെള്ളം ജഗ്ഗിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്ലാസ് ബോട്ടിൽ നിറം ചേർത്ത വെള്ളത്തിൽ കമഴ്ത്തി കൊടുക്കാം. നോക്കൂ, ഇവിടെ ഈ വെള്ളം പതുക്കെ പതുക്കെ ഈ കുപ്പിയിലേക്ക് കയറി വരുന്നു. വെള്ളം മുഴുവൻ കയറിയതിനു ശേഷം അന്തരീക്ഷ വായു ശബ്ദത്തോടു കൂടി കുപ്പിക്കുള്ളിലേക്ക് തള്ളി കയറുകയാണ്. ഈ പരീക്ഷണം നിങ്ങൾക്ക് അത്ഭുതമായി തോന്നിയില്ലേ? എന്താണ് ഇതിന്റെ തത്വം? കുപ്പിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നില്ല. നമ്മൾ കുപ്പിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ കുപ്പി ചൂടാവുകയും അതിനുള്ളിലെ വായു ചൂടായി വികസിക്കുകയും ആ വായുവിന് നിൽക്കാൻ സ്ഥലം വരാതെ അല്പമായി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കുപ്പി പാത്രത്തിലെ നിറം ചേർത്ത വെള്ളത്തിൽ വെച്ചപ്പോൾ അതിനുള്ളിലെ വായുവിന്റെ മർദ്ദം കുറയുകയും ചെയ്തു. അപ്പോൾ മർദ്ദം കൂടിയ അന്തരീക്ഷ വായു കുപ്പിക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും തടസ്സമുള്ള ഈ വെള്ളത്തിനെ കൂടി പൊക്കിക്കൊണ്ടുവരികയും ചെയ്തത് കൊണ്ടാണ് കുപ്പിക്കുള്ളിലേക്ക് തന്നെ ഉയർന്നു വന്നത്. ചൂട് പിടിച്ച വായു വികസിക്കുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വികസിച്ച വായു തണുക്കുമ്പോൾ വായുവിന്റെ മർദ്ദം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് അന്തരീക്ഷ വായു തള്ളിക്കയറാൻ ശ്രമിക്കുകയും വഴി തടസ്സമായി നിൽക്കുന്ന വെള്ളത്തിനെ കൂടി പൊക്കിക്കൊണ്ടുവരികയും ചെയ്തത് കൊണ്ടാണ് കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറി വന്നത്. വായു എപ്പോഴും മർദ്ദം കൂടിയ
ഭാഗത്തേക്കാണ് ചലിക്കുക. താങ്ക് യു.